നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നു. വലിയ രീതിയിൽ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ആളുകളുടെ വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല കാരണങ്ങൾക്കും വഴിവെക്കുന്നു. പിന്നാലെ ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്നു. കേരളമേറെ ചർച്ച ചെയ്ത വിഷയമാണ് ദീപകിൻ്റെ ആത്മഹത്യ. കോഴിക്കോട് സ്വദേശിയാണ്. അതിന് പിന്നാലെ തന്നെ ആ വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ പ്രചരിപ്പിച്ച ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപകിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മഞ്ചേരി വനിതാ സബ് ജയിലിൽ കഴിയുന്ന വടകര കൈനാട്ടി ഷിംജിത മുസ്തഫയ്ക്കാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അന്ന് ഷിംജിതയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഷിംജിതയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും കൂക്കുവിളികളുമായിട്ട് ജനം വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഷിംജിതയെ വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനമായിരുന്നു. ഷിംജിത തനിക്കെതിരെ ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ദീപകിൻ്റെ മുഖമടക്കം ചിത്രീകരിച്ചുകൊണ്ട് പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ ഉയരുന്നുണ്ടായിരുന്നത്. അതിന് താഴെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ദീപക് ഈ ഒരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ തന്നെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതിന് പിന്നാലെ ഇതിനുള്ള കാരണം ഷിംജിത തന്നെയാണെന്ന് ആരോപിച്ച് വലിയ വിമർശനം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടായിരുന്നത്. പല മാധ്യമങ്ങളിലും ഇത് ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഷിംജിത കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ അവിടെ നിന്നാണ് ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. മാസത്തിൽ 2 തവണ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. 2ാമത്തെയും 4ാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ലെന്നും ജാമ്യ ഉത്തരവിലെ ഉപാധികളിലുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലാണ് ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. 21 ദിവസത്തിലേറെയായി ഷിംജിത ജയിലിലായിരുന്നു. കേസിൽ ഷിംജിതയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് ചൊവ്വാഴ്ച പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച ഷിംജിതയെ കസ്റ്റഡിയിൽ ലഭിച്ചപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ദീപകിന്റെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത തൊണ്ടിമുതലുകളായ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയുടെ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കും വരെ ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ദീപകിനെ ഷിംജിത ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചോ എന്നതും ഇതിൽ വ്യക്തമാകും എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. പക്ഷേ 21 ദിവസമായി ജയിലിലാണെന്നും ഫോറൻസിക് ഫലം വരുന്നതുവരെ റിമാൻഡിൽ കഴിയേണ്ടതില്ലെന്നുമായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. അന്വേഷണത്തിൽ പ്രതി സഹകരിക്കുന്നുണ്ടെന്നും അതിനാൽ തന്നെ ജാമ്യം അനുവദിക്കണമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വിശദീകരിച്ചു. അതേസമയം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തനിക്ക് നേരെ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന ആരോപണത്തിൽ ഷിംജിത ഉറച്ചു നിൽക്കുകയാണ്. ആ ദിവസം മുതൽ ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ ഷിംജിത താൻ ഉന്നയിച്ചിട്ടുള്ള ഈ ഒരു പരാതിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ ഷിംജിതയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി ആളുകൾ പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലരും കുറിപ്പുകളും ഒക്കെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ദീപകിനെ പിന്തുണയ്ക്കുന്നവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധം തനിക്കെതിരെ ഉണ്ടായി അല്ലെങ്കിൽ വിമർശനങ്ങൾ തനിക്ക് ഉണ്ടായി എന്നറിഞ്ഞിട്ടും അല്ലെങ്കിൽ അതിൽ നിന്ന് താൻ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോയിൽ താൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യുമ്പോൾ തനിക്കുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് അത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഷിംജിത ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഏതായാലും ഇത്രയുമായിട്ടും ആ ഒരു പരാതിയിൽ ഷിംജിത ഉറച്ചു നിൽക്കുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.
ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മാതാവ് നൽകിയ പരാതിയിലാണ് ഷിംജിതയെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഷിംജിതയെ വീണ്ടും കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ടെന്നും ആരോപണ വിധേയമായ സംഭവമുണ്ടായ ബസ്സിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നാണ് പോലീസ് കോടതിയിൽ അറിയിച്ചത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ആ ബസ്സിൽ ഇത് സംഭവിച്ചിട്ടുള്ള ആ ബസ്സിൽ ഒന്നും ഒരു തെളിവെടുപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് നടത്തിയിട്ടില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം ആ ബസ്സിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചപ്പോഴും അസ്വാഭാവികമായ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന തെളിവെന്ന് പറയുന്നത് ഈ പറയുന്ന ഷിംജിതയുടെ ഫോണിൽ ചിത്രീകരിച്ചിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ മാത്രമാണ്. ബസ്സിൽ മറ്റുള്ള ഒരു സഹയാത്രികരും അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതായിട്ട് മൊഴി ഒന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷേ ആ ബസ്സിലെ CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയപ്പോഴും അസ്വാഭാവികമായ ഒന്നും തന്നെ കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. ദീപക് ആത്മഹത്യ ചെയ്ത വിവരം പുറത്തു വന്ന ശേഷം ജനുവരി 19 വൈകിട്ടാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. തുടർന്ന് ഷിംജിതയെ വടകരയിലെ ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് 21 പോലീസ് പിടികൂടിയത്. ആ അറസ്റ്റ് വൈകിയപ്പോഴും വലിയ രീതിയിൽ വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു. കാരണം മനഃപൂർവ്വം പോലീസ് ഷിംജിതയ്ക്ക് ഒളിവിൽ കഴിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുള്ളൊരു വിമർശനം കൂടി ഉയർന്നിരുന്നു. ഷിംജിതയെ കണ്ടെത്താൻ മെഡിക്കൽ കോളേജ് പോലീസ് ലുക്കൌട്ട് നോട്ടീസും ഒരു സർക്കുലറും പുറത്തിറക്കിയിരുന്നു. 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഷിംജിതയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഷിംജിതയുടെ മൊബൈൽ ഫോൺ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വീഡിയോ ചിത്രീകരിച്ചതും ഈ ഫോണിൽ നിന്നാണെന്നും സൈബർ പോലീസ് സ്ഥിരീകരിച്ചു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തു. വീഡിയോയിൽ എഡിറ്റ് നടന്നതായും സ്ഥിരീകരിച്ചതോടെയാണ് ഷിംജിതയുടെ അറസ്റ്റ് സംഭവിച്ചത്. യുവതിയിൽ നിന്ന് തുടക്കത്തിൽ തന്നെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിലും അറസ്റ്റ് ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയായിരുന്നു പോലീസിന്റെ ഈ നാടകീയ നീക്കം. വീഡിയോ എഡിറ്റ് ചെയ്തതിനും സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിച്ചതിനും സഹായം ലഭിച്ചതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഷിംജിത ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബോണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഷിംജിത ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി ദീപകിന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോൺ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി ദീപകിന് ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക. What?